ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് ഫാമിലി, കുടുംബം, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പരസ്പരം ചുമതലകൾ പങ്കുവെച്ച് വ്യക്തികളോ അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളില്ലാതെയോ ഒന്നിച്ച് ജീവിക്കുന്നതിന് കുടുംബമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മോഡേൺ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടുത്തെ ചുമതലകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വ്യക്തികളോ അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളില്ലാതെ വ്യക്തികൾ മാത്രം ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് കുടുംബം, ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന് പറയാറുണ്ട്, അല്ലേ? സാമൂഹികവും മതപരവും ഗോത്രീയവുമായ ഇടപെടലുകളും ചേർന്നതാണ് കുടുംബം. അപ്പം നോക്കിക്കേ, നമുക്കിവിടെ 3 ഘടകങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്താണ്? സാമൂഹികം, സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ; മതപരം, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ; ഗോത്രം, എത്നിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇടപെടലുകളും ചേർന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇടപെടലുകളുണ്ട്, ഇടപഴകലുകളുണ്ട്, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് നമുക്ക് കുടുംബം എന്ന് പറയാൻ കഴിയും, കുടുംബ ജീവിതം എന്ന് പറയാൻ കഴിയുന്നത്. വിവാഹം ഇതിൻ്റെ ആദ്യ പടിയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ വിവാഹത്തിലൂടെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ പുതിയ ഒരു സിലബസുകളിലൊക്കെ വിവാഹം തന്നെ പല രീതിയിൽ, ഇപ്പോൾ ലിവിങ് ടുഗദർ പോലുള്ള കാര്യങ്ങളൊക്കെ പുതിയ സോഷ്യോളജി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്രയും ഒന്നും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മുടെ എക്സാമിന് ഇത്രയും ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓരോ വംശപരമ്പരയിലും ഓരോ കുടുംബ രീതികൾ അനുവർത്തിക്കുന്നു. ഓരോ ദേശത്തും കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങൾ കാണാം. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. ഇപ്പോൾ വംശപരമ്പര അനുസരിച്ചുകൊണ്ട് കുടുംബത്തിൽ വ്യത്യാസം വരും. അതുപോലെ കുടുംബത്തിൻ്റെ രീതികളിൽ വ്യത്യാസം വരും. ഓരോ ദേശത്തും കുടുംബത്തെക്കുറിച്ചുള്ള, നമുക്കറിയാം, ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഫാമിലി ആയിരിക്കില്ല നമ്മളൊരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം, നമ്മുടെ കേരളത്തിലുള്ള ഒരു കുടുംബ രീതികളായിരിക്കില്ല നമുക്ക് തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ, അല്ലെ? ഇത് ഓരോ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയും. മതങ്ങളും ഗോത്രങ്ങളും ഈ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ കുടുംബങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങൾ വരാനായിട്ടും എന്തൊക്കെ നമ്മൾ പറയുന്നുണ്ട്? മതങ്ങൾ, ഗോത്രങ്ങൾ, ഇവർ 2 കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സമൂഹത്തിലെ അടിസ്ഥാന ഘടകം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സമൂഹത്തിലെ അടിസ്ഥാന ഘടകം എന്താണ്? കുടുംബമാണ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് പഠിക്കുന്നു. അടിസ്ഥാന ഘടകം എന്താണ്? സെല്ലാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്കും സമൂഹത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗമായി തീരുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി ഒരു കുടുംബത്തിലെ അംഗമായി തീരുന്നത് ജനനം കൊണ്ടാണ്. ജനനം ഒരാളെ കുടുംബത്തിലെ അംഗമാക്കുന്നു. വ്യക്തികൾ ചേർന്ന് കുടുംബങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ ആ വ്യക്തികളെല്ലാം കൂടെ ചേർന്നിട്ട് എന്താണ്? കുടുംബം രൂപം കൊള്ളുന്നു. പല കുടുംബങ്ങൾ ചേരുമ്പോൾ ഒരു സമുദായം രൂപം കൊള്ളുന്നു. അപ്പോൾ പല കുടുംബങ്ങൾ ചേർന്നൊരു സമുദായം രൂപം കൊള്ളുന്നു. പല സമുദായങ്ങൾ ചേർന്നൊരു സമൂഹം രൂപം കൊള്ളുന്നു. അപ്പോൾ നമുക്കൊരു ഫ്ലോ ചാർട്ട് ഇവിടെ കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ എന്താണ് ആദ്യം വരുന്ന ആരാണ്? വ്യക്തി. നമ്മുടെ ഫ്ലോ ചാർട്ട് ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ആരാണ്? വ്യക്തി ചേർന്ന് എന്തായി മാറുന്നു? കുടുംബമായി ചേരുന്നു. കുടുംബങ്ങൾ ചേർന്ന് എന്തായിട്ട് മാറുന്നു? സമുദായമായിട്ട് മാറുന്നു. സമുദായം ചേർന്നിട്ട് സമൂഹമായിട്ട് മാറുന്നു. നോക്കിക്കേ, ഈ ഒരു രീതിയിലാണ്. അപ്പം ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുമ്പം ഒരു ഘടകമായിട്ട് നമുക്ക് കുടുംബം എന്നാണ് പറയുന്നത്. കുടുംബം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വ്യക്തികൾ കൂടിച്ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ്? കുടുംബം, സമുദായം, സമൂഹം. അപ്പോൾ ഇവിടെ സമുദായം എന്ന് പറയുമ്പോൾ റിലീജിയസ് കോണ്ടെക്സ്റ്റ് മാത്രം നോക്കണ്ട. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരേ മനസ്സോടെ നാം ഒന്നാണ് എന്നുള്ള ചിന്തയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് എന്ത് പറയാൻ കഴിയും? സമുദായം എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ സമുദായം കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു സമൂഹം ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, വ്യക്തിയിൽ നിന്ന് ആദ്യം വ്യക്തി നന്നാവണം, എന്നാലേ നമുക്ക് എന്താ കുടുംബം നന്നാവുകയുള്ളൂ, സമുദായം നന്നാവുകയുള്ളൂ, അങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ. അടുത്ത
കുടുംബത്തിൻ്റെ സവിശേഷതകൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് പറയാം. കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. നമ്മൾ ഏത് സമൂഹം എടുത്ത് നോക്കിയാലും ഈ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? യൂണിവേഴ്സലാണ്. എല്ലാ സമൂഹത്തിലും ഇത് നിലനിൽക്കുന്നു. കുടുംബങ്ങളിലെ അംഗങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട്. കുടുംബങ്ങളിലെ ബന്ധങ്ങൾ അംഗങ്ങൾ തമ്മിൽ എന്തുണ്ട്? ഒരു വൈകാരിക ബന്ധം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിധിയിലുള്ള അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പരിധിയുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ആളുകൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് ഉത്തരവാദിത്ത ബോധം. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ? അവിടെ ഒരിക്കലും നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമുക്കൊരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബം എന്താണ്? എല്ലാ സമൂഹത്തിലും നിലകൊള്ളുന്നു, സാർവലൗകികമാണ് അല്ലേ? യൂണിവേഴ്സലാണ്. എല്ലായിടത്തും നമുക്ക് എന്താണ് ഈ ഒരു കൺസെപ്റ്റ് കാണാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് വേരിയേഷൻസ് കാണാം, വൈവിധ്യങ്ങൾ കാണാം, ശരി തന്നെ. എന്നാലും കുടുംബം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ അംഗങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. തീർച്ചയായിട്ടും ഒരു പരിധിയിൽ ആ ഒരു കുടുംബം ആ ഒരു ഭവനത്തിലായിരിക്കുമല്ലോ, ഒരു വീട്ടിലായിരിക്കുമല്ലോ അവർ താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ആളുകളെ അതിൽ അംഗമായിട്ടുണ്ടാവുകയുള്ളൂ. പിന്നെ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കും. കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പോൾ സുരക്ഷിതത്വം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ? നമുക്കൊരു സെക്യൂരിറ്റി, നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിൻ്റെ ധർമ്മം തന്നെയാണ്. അടുത്ത അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക് നെസസിറ്റി, ബേസിക്കായിട്ട് നമുക്ക് വേണ്ടതാണ് അല്ലേ? ഇപ്പോൾ പാർപ്പിടമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇതൊക്കെ നിറവേറ്റുക. അടുത്ത സ്നേഹവാത്സല്യങ്ങൾ നൽകുക. അപ്പോൾ എങ്ങനെയാണ് സ്നേഹവും വാത്സല്യവും കെയറും ലവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? കുടുംബത്തിൻ്റെ ഒരു ധർമ്മമാണ്. അടുത്ത നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക. നല്ല സ്വഭാവം വളർത്തിയെടുക്കുന്നതിൽ തീർച്ചയായിട്ടും നല്ലൊരു പങ്ക് തന്നെ ഉണ്ടല്ലേ? അപ്പം നമുക്കറിയാം കുടുംബത്തിൽ നിന്നാണ് കുട്ടി ആദ്യം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പം നല്ല സ്വഭാവം, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ കുടുംബത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. ഇനി കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെല്ലാം 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. രക്തബന്ധത്തിലൂടെ, വിവാഹബന്ധത്തിലൂടെ, ദത്തെടുക്കലിലൂടെ. അപ്പം 3 കാര്യങ്ങളുണ്ടല്ലേ? ബ്ലഡ് റിലേഷനിലൂടെ നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാകുന്നു, വിവാഹബന്ധത്തിലൂടെ നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാകാറുണ്ട്. ഇനി എങ്ങനെയാണ്? ദത്തെടുക്കലിലൂടെ. ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദത്തെടുക്കുക എന്നത്. അതിലൂടെ ഒരാളൊരു കുടുംബത്തിൻ്റെ ഭാഗമാകുന്നു. ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഒരു കാര്യം കൂടെ ഉള്ളൂ. കുടുംബം തന്നെ പല വിധമുണ്ട്, അത് മാത്രം മനസ്സിലാക്കി വെക്കാം. അണുകുടുംബം എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയർ ഫാമിലി. അപ്പോൾ SCERT ടെക്സ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അച്ഛനും അമ്മയും അവരുടെ കുട്ടികളും അടങ്ങുന്നതാണ് അണുകുടുംബം. അത് നമുക്ക് നിലവിൽ നമ്മുടെ SCERT ടെക്സ്റ്റ് പ്രകാരം ഇത്തരത്തിലുള്ള ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം, ന്യൂക്ലിയർ ഫാമിലി എന്ന് നമ്മൾ പറയും. അടുത്ത വിസ്തൃത കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും അടങ്ങുന്നതാണ് വിസ്തൃത കുടുംബം. അതായത് പുറമേയുള്ള അതിന് തൊട്ട് ബാക്കിലുള്ള ആ ഒരു തലമുറയിലുള്ളവരും കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ അതെന്താവുന്നു? വിസ്തൃത കുടുംബം എന്നാണ് സിലബസിൽ പറയുന്നത്. ഫൈനലി കൂട്ടുകുടുംബം. 3-4 തലമുറകൾ ഒരു വീട്ടിൽ തന്നെ ഒരുമിച്ച് താമസിക്കുന്നതാണ് കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ വിസ്തൃത കുടുംബം എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. ഇവിടെ എത്തുമ്പോൾ എന്താണ്? കൂട്ടുകുടുംബം ജോയിൻറ്റ് ഫാമിലിയാണ്. 3-4 തലമുറകൾ തന്നെ ഒരു വീട്ടിൽ തന്നെ കഴിയുവാണെങ്കിൽ അതിനെ നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുടുംബം എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുടുംബത്തിൻ്റെ ധർമ്മങ്ങളും പിന്നെ ഈ ഒരു കുടുംബം, സമുദായം, സമൂഹം അതെങ്ങനെയാണ് രൂപപ്പെട്ട് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറ്. ഇത്രമാത്രം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.